നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏത് തരത്തിലുള്ള ഫയലുകളും റിക്കവർ ചെയ്തെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ ചെറിയ ഒരു സോഫ്റ്റ്വെയറാണ് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുന്നത്. സ്റ്റെല്ലർ ഫിനിക്സ് വിൻഡോസ് ഡാറ്റ റിക്കവറി എന്നുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. എത്ര പഴകിയ ഫയലുകളും ഇത് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നമുക്ക് ആപ്ലിക്കേഷന് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തു. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്രയാണ് കാണാൻ സാധിക്കുക. ഡ്രൈവ് റിക്കവറി, CD DVD റിക്കവറി, ഫോട്ടോ റിക്കവറി, ഇമെയിൽ റിക്കവറി, ഇനി 4 കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാം. റിക്കവറി ഫ്രം ഇമേജ് എന്നും അഡ്വാൻസ് ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് ക്രിയേറ്റ് ഇമേജ്, ക്ലോൺ ഡ്രൈവ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗവും നിങ്ങൾക്ക് കാണാം. ഇതിൽ ഡാറ്റ റിക്കവറിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഡ്രൈവ് റിക്കവറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിങ്ങളുടെ C ആണോ അല്ല D ആണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. C ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു വിൻഡോയിൽ ക്വിക്ക് റിക്കവറി എന്നും ഡിലേറ്റഡ് റിക്കവറി എന്നും അഡ്വാൻസ്ഡ് റിക്കവറി എന്നും റോ റിക്കവറി എന്നുള്ള 4 ഓപ്ഷനുകൾ വീണ്ടും കാണാം. ഇതിൽ നിങ്ങൾക്ക് ക്വിക്ക് റിക്കവറി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗതയിൽ കാണുന്ന ഒരു റിക്കവറിയാണ്. ഡിലേറ്റഡ് റിക്കവറിയും അതുപോലെ അഡ്വാൻസ്ഡ് റിക്കവറി കൊടുത്തു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാം. റോ റിക്കവറിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള മോഡലുകൾ മാറ്റി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ക്വിക്ക് റിക്കവറി ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫയൽ ഇവിടെ സ്കാൻ നടക്കുന്നതായിട്ട് കാണാം. അതിനായിട്ട് അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വളരെയധികം വേഗതയിൽ സ്കാനിങ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നോക്കുക, നിങ്ങൾക്ക് ഏകദേശം 1900-ഓളം ഫോൾഡറുകൾ സ്കാൻ ചെയ്തു. അതിൽ നിന്നും 1700-നടുത്ത് ഫയലുകൾ റിക്കവർ ചെയ്തു. 18 GB മേലെ ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഒരുപാട് പോകാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. അബൌട്ട് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇതുപോലെ വന്നു. ഫോൾഡറുകൾ നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ ഫയൽ ടൈപ്പ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ഏത് രീതിയിലുള്ള ഫയലുകളാണെന്നത് കാണാം. ഫിൽട്ടർ ട്രീ എന്നുള്ള ഭാഗത്ത് ഇതുപോലെയും നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇവിടുന്നകത്ത് ഒരു ഉദാഹരണത്തിന് ഗ്രാഫിക്സ് ആൻഡ് ഫോട്ടോസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന് ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡബിൾ ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് ഏത് മോഡലുള്ള പിക്ചേഴ്സുകളാണ്, ഏത് ഫോർമാറ്റാണ് നിങ്ങൾക്ക് കാണാം. JPG ആണെങ്കിൽ JPG നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റിക്കവർ ചെയ്തെടുത്തിരിക്കുന്ന ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോക്കുക, ഇതുപോലെ റിക്കവർ ചെയ്തെടുത്ത ഫയലുകളും ഒപ്പം അവ ഡിലേറ്റ് ആയ ഡേറ്റും മോഡിഫൈഡ് ആയ ഡേറ്റും നിങ്ങൾക്ക് കാണാം. വളരെ പഴകിയ ഫയലുകളാണ്. നോക്കുക, ഇതുപോലെ ഫയലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ മറ്റുള്ളത് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ റിക്കവർ ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഫയൽ റിക്കവർ ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ റിക്കവർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോൾഡർ, നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തത് C ആണെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്യേണ്ടത് D ഫോൾഡറാണ്. D ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ ഓക്കെ കൊടുക്കും. ശേഷം ഇവിടെ ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ആവുന്നതാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് റിക്കവറി. ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ മാത്രമൊക്കെയാണ് വേണ്ടത് തോന്നുകയാണെങ്കിൽ ഇവിടെയുള്ള ഫോട്ടോ റിക്കവറി എന്നുള്ള ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്ക് ഏതാണ് നിങ്ങൾക്ക് അത് മാത്രം സെലക്ട് ചെയ്യാം. CD ആണെങ്കിൽ CD, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഡ്രൈവ് ആണെങ്കിൽ പെൻഡ്രൈവ്, നിങ്ങൾക്കത് മാത്രം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുപോലെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുവാനും അതുപോലെ ഡ്രൈവ് ക്ലോൺ ചെയ്തെടുക്കുവാനും ഡ്രൈവിൻ്റെ ഇപ്പോഴത്തുള്ള സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ടുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, മൈ ഡിയർ ഫ്രണ്ട്സ്.